10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് തലപൊക്കുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സംഘവും സാധുക്കളെ മറയാക്കി നടത്തിയ കോടികളുടെ തട്ടിപ്പിൽ UDF സർക്കാർ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതോടെ വെള്ളാപ്പള്ളിയും തട്ടിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും ഒന്നാകെ അകത്താകുമെന്ന് ഉറപ്പാണ്. LDF ഭരണം അവസാനിച്ചതും VD സതീശൻ മുഖ്യമന്ത്രി ആയതുമാണ് വെള്ളാപ്പള്ളിയുടെ അടപ്പൂരിയത്. ഏറ്റവും ഒടുവിലായി മൈക്രോ ഫിനാൻസ് വായ്പാ പദ്ധതിയിലെ കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ നേരിട്ടുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന സുപ്രധാന തെളിവുകൾ പുറത്തായിരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുന്നതിനായി വെള്ളാപ്പള്ളി വിവിധ യൂണിയനുകളിലേക്ക് അയച്ച കത്തുകളാണ് വിജിലൻസ് കണ്ടെടുത്തത്. ഇതിൽ 2006 ഓഗസ്റ്റിൽ അടിമാലി യൂണിയൻ അയച്ച ഒരു സുപ്രധാന കത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി പിന്നോക്ക വികസന കോർപ്പറേഷൻ 3% പലിശയ്ക്ക് അനുവദിച്ച വായ്പയാണ് തട്ടിപ്പിനായി വിനിയോഗിച്ചത്. SNDP യൂണിയനുകളുടെ പേരിൽ ഈ തുക കൈപ്പറ്റിയ ശേഷം വെള്ളാപ്പള്ളി തന്റെ അടുപ്പക്കാരെ ഉപയോഗിച്ച് 3 ഇരട്ടിയിലധികം പലിശയ്ക്ക് മറിച്ചു നൽകുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടാതെ വൻതുക വായ്പയെടുക്കാൻ യൂണിയൻ ഭാരവാഹികളെ പ്രലോഭിപ്പിക്കുകയും അതിൽ വലിയൊരു വിഹിതം കൈക്കലാക്കുകയും ചെയ്യുന്നതായിരുന്നു തട്ടിപ്പിന്റെ രീതി. ഇത് സംബന്ധിച്ച് മുതിർന്ന നേതാക്കൾ തെളിവുകൾ സഹിതം വിജിലൻസിന് മൊഴി നൽകിക്കഴിഞ്ഞു. 2003 മുതൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി യൂണിയനുകൾക്ക് അയച്ച കത്തുകളെല്ലാം നിലവിൽ വിജിലൻസിന്റെ പരിശോധനയിലാണ്. പാവപ്പെട്ട സ്ത്രീകളുടെ പേരിലുള്ള മൈക്രോ ഫിനാൻസ് പദ്ധതിയിലൂടെ കോടികൾ തട്ടിയെടുക്കാൻ നടത്തിയ ആസൂത്രണത്തിന്റെ അവസാനഘട്ട തെളിവ് ശേഖരണത്തിലാണ് അന്വേഷണ സംഘം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് കൈമാറുന്നതോടെ വെള്ളാപ്പള്ളി എന്ന വൻമരം വീഴുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനായി വിഭാവനം ചെയ്ത ഒരു സാമ്പത്തിക സഹായ പദ്ധതി എങ്ങനെ വൻകിട ക്രമക്കേടിലേക്ക് വഴിമാറി എന്നതിൻ്റെ ഉദാഹരണമാണ് മൈക്രോ ഫിനാൻസ് കേസ്. സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാർ നൽകിയ ഫണ്ട് വകമാറ്റി ഉപയോഗിച്ചെന്നാണ് കേസിൻ്റെ കാതൽ. കേസിലേക്ക് നയിച്ച പശ്ചാത്തല തുടക്കം ഒന്ന് പരിശോധിക്കാം. 2003 മുതൽ 2014 വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ ഇടപാടുകൾ നടന്നത്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും തുച്ഛമായ പലിശ നിരക്കിൽ, അതായത് ഏകദേശം 2 മുതൽ 3% വരെ പലിശയ്ക്ക് SNDP യോഗം വലിയ തുകകൾ വായ്പയായി കൈപ്പറ്റി. സ്വയം സഹായ സംഘങ്ങളിലെ പാവപ്പെട്ട വനിതകൾക്ക് സോപ്പ്, അച്ചാർ, മെഴുകുതിരി നിർമ്മാണം തുടങ്ങിയ ലഘു വ്യവസായങ്ങൾ തുടങ്ങാൻ കുറഞ്ഞ പലിശയ്ക്ക് ഈ പണം വിതരണം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. തട്ടിപ്പ് തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. സർക്കാരിൽ നിന്നും 3% പലിശയ്ക്കെടുത്ത വായ്പ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് നൽകിയപ്പോൾ 12% വരെ ഉയർന്ന പലിശ ഈടാക്കി ലാഭമുണ്ടാക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ ലിസ്റ്റുകളും ഇല്ലാത്ത പദ്ധതികളും കാണിച്ച് വ്യാജരേഖകൾ നിർമ്മിച്ച് കോർപ്പറേഷനിൽ നിന്ന് പണം തട്ടിയെടുത്തു. ഏകദേശം 15.85 കോടി രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേടും ഗൂഢാലോചനയുമാണ് നടന്നിരിക്കുന്നത്. 2016 മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായ കേസിൽ യോഗം പ്രസിഡന്റ് N സോമൻ, അന്തരിച്ച മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേശൻ, പിന്നോക്ക വികസന കോർപ്പറേഷനിലെ മുൻ ഉദ്യോഗസ്ഥർ എന്നിവരാണ് മറ്റു പ്രതികൾ. അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് സംഘം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. വർഷങ്ങളായിട്ടും അന്വേഷണം പൂർത്തിയാകാത്തതിൽ കേരള ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതികളുടെ പേര് നോക്കിയാണോ അന്വേഷണം വൈകിക്കുന്നത് എന്ന് കോടതി പരിഹസിക്കുകയുണ്ടായി. വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തോട് കേസിന്റെ അന്വേഷണം അടിയന്തരമായി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് A ബദറുദ്ദീൻ ഉൾപ്പെട്ട ബെഞ്ച് കർശന നിർദ്ദേശം നൽകിയിരുന്നു. കേസിന്റെ നിർണായക ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് SP S ശശിധരനെ മാറ്റരുതെന്നും അദ്ദേഹം തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. പിന്നാലെയാണ് UDF സർക്കാർ അധികാരം ഏറ്റെടുത്തത്. ഇതോടെ കേസ് അതിന്റെ അവസാന ലാപ്പ് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ദിനങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് ലക്ഷ്യം വയ്ക്കുന്നത്.